ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ആൻസൂസ് കിച്ചൻ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒട്ടും കയ്പില്ലാത്ത ഒരു കൈപ്പയ്ക്ക കറിയാണ്. കൈപ്പയ്ക്ക തീയലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ എങ്ങനെയാണ് കൈപ്പയ്ക്ക തീയൽ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് ആവശ്യമായ സാധനങ്ങൾ: കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക. ഒരു പാവയ്ക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 4 പച്ചമുളക്, ഒരു പിടി ചെറിയ ഉള്ളി, 2 തണ്ട് കറിവേപ്പില, ഒരു മാങ്ങ പുളിയുള്ളതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ മാങ്ങ ഇട്ടാണ് തീയലുണ്ടാക്കാൻ പോകുന്നത്. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. പിന്നെ കൂട്ടുകാരെ, ഒരു കാര്യം മറന്നുപോയിട്ടോ, കടുക് ഒരു ചെറിയ ടീസ്പൂൺ, എണ്ണ ആവശ്യത്തിന്. ഞാൻ എപ്പോഴും എണ്ണയും ഉപ്പൊക്കെ മറന്നു പോവുകയാണ്, ക്ഷമിക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ആ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കണേ. ഞാൻ എപ്പോഴും മറന്നു പോകും എണ്ണയുടെ കാര്യം. അപ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ഇപ്പോൾ ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടരുത്. ഇതും കൂടി ഇട്ട് കൊടുത്ത് പച്ച മണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ അപ്പം നമ്മൾ നല്ലപോലെ തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് പാവയ്ക്ക വേവിച്ചെടുക്കണം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ഇടാം. ഇതിലേക്ക് ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പതുക്കെ ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. ഈ മാങ്ങ മൂവാണ്ടൻ മാങ്ങയായിരുന്നു എനിക്ക് കിട്ടിയത്. പുളി കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറിയ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയും പാവയ്ക്കയും അല്ലെങ്കിൽ പാവയ്ക്കയും വാളംപുളിയുടെ വെള്ളം ഇത് ഒക്കെ ഒന്നിച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ പാവയ്ക്കയുടെ കയ്പ്പ് ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. ഇതൊരു ടിപ്പാണ്. പാവയ്ക്കയ്ക്ക് ഒട്ടും കയ്പ്പ് ഉണ്ടാവില്ല എന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊരു 10 മിനിറ്റോളം വേവിച്ചെടുക്കണം. പാവയ്ക്ക ഒന്ന് നന്നായിട്ട് വേകുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാവയ്ക്കയും മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഒട്ടും കയ്പില്ല, പാകത്തിന് പുളിയും ഉപ്പൊക്കെ ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ കയ്പില്ലാത്ത കയ്പയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ.